ഹായ് ഓൾ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൊച്ചു ഡേ മൈ ലൈഫാണ്. രാവിലെ മുതൽ വൈകിട്ട് ഈവനിങ് വരെയുള്ള ഒരു കൊച്ചു കൊച്ചു വിശേഷങ്ങളാട്ടോ. അപ്പോൾ ഒരു നാടൻ ഡേ ആണെന്ന് പറയാം. രാവിലെ തന്നെ ചായക്ക് വെള്ളം എടുത്തു. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് 2 കുറ്റി ഗ്യാസുള്ളത്. 2 കുറ്റി ഗ്യാസും തീർന്നിട്ടുണ്ട്. 2 കുറ്റി ഗ്യാസൊക്കെ എനിക്കുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, ഈ വഴിക്ക് 2 കുറ്റി ഗ്യാസിൽ ഒരു കുറ്റി റമദാൻ ഒരു പകുതി ആയപ്പോൾ വന്നതേനു. പക്ഷെ എനിക്ക് ഗ്യാസുമ്മലാണ് ഫുള്ള് ഭക്ഷണം. അതുകൊണ്ട് തന്നെ എൻ്റെ ഗ്യാസ് പെട്ടെന്ന് തീർന്നു. അപ്പോൾ ഇത്രയും ഭംഗിയുള്ള ഈ കിച്ചൺ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഇവിടെ അടുപ്പില്ലാത്തത്. അടുപ്പ് ഈ കിച്ചണിൽ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അടുപ്പ് ഞാൻ ഒഴിവാക്കിയതാണ്. കാരണം എനിക്ക് ചെറിയൊരു ആരോഗ്യ പ്രശ്നമുണ്ട്. അതുകൊണ്ട് എനിക്ക് പുക യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എനിക്ക് 5 വർഷം ചെക്കപ്പ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് അസുഖം മാറിയിരുന്നു കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ എനിക്ക് 5 വർഷം ചെക്കപ്പ് ഉണ്ട്. മാസം ചെക്കപ്പ് ഉണ്ട് കേട്ടോ. കോഴിക്കോട് പോയി ചെക്കപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ കിച്ചണിൽ അടുപ്പ് ഇല്ലാത്തത്. പക്ഷേ ഇങ്ങനൊരു ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയില്ലേനു. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഡേ മൈ ലൈഫ് കേട്ടോ. അപ്പോൾ അത് രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ ഇവനിവിടെ രാവിലെ നേരത്തെ എണീറ്റ് മാങ്ങ കഴിക്കുക കേട്ടോ. മാങ്ങ കടിച്ചുമ്പോഴാണ് മഴ പെയ്തിട്ട് തലേ ദിവസം രാത്രി മഴ പെയ്തിട്ട് ഉള്ള വിറകും ഒക്കെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് വിറകേ ഉള്ളൂ, പക്ഷെ ഉള്ള വിറക് നനഞ്ഞിട്ടുണ്ട്. എന്തു ചെയ്യും, നല്ല ആശങ്കയിലാണ്. പിന്നെ ഈ കാണുന്ന വീടുകളൊക്കെ നമ്മളെ മുത്തശ്ശന്മാരെ വീട് തന്നെയാണ് കേട്ടോ. ഞങ്ങളിവിടെ 4 മക്കൾ, അടുത്തടുത്ത് വീടുകളുണ്ട്. ഗ്യാസ് കഴിഞ്ഞത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇവരോടൊക്കെ പറഞ്ഞാൽ നമുക്ക് ഗ്യാസും ചായയൊക്കെ പെട്ടെന്ന് റെഡിയാവും. പക്ഷേ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് എനിക്കിഷ്ടമില്ലാത്ത പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഞാനും കുട്ടികളും പുറത്ത് അടുപ്പ് വെച്ച് നൊസ്റ്റാൾജിക് ഫീലിൽ ചായ ഉണ്ടാക്കി. ചായക്ക് ഒരു ബിസ്ക്കറ്റും കൊടുന്നു ചായ അടിച്ചു കേട്ടോ. പിന്നെ ബിസ്ക്കറ്റും ചായ കുടിച്ച് കഴിഞ്ഞേക്കിന് എൻ്റെ മൂത്ത മോന് താത്താൻ്റെ വീട്ടിൽ വിരുന്ന് പോയിന് കേട്ടോ. അപ്പോൾ ഓനെ അവിടുന്ന് വന്നപ്പോൾ ഓള് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കൊടുത്തയച്ചിരുന്നു. ഗ്യാസ് കഴിഞ്ഞ വിവരം ഓളോട് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഓള് ചിക്കൻ കറിയും ചപ്പാത്തിയൊക്കെ കൊടുത്തയച്ചുകൊണ്ട് അതൊക്കെ കൂട്ടി മക്കൾ ചായ അടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് ഫസ്റ്റ് തുടങ്ങുന്നത്. പിന്നെ ഉച്ചയായപ്പോൾ മക്കൾ തന്നെ പുറത്ത് തീ ഒന്നും കൂടി കത്തിച്ചു. വെട്ടി തിളക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് മോൻ തന്നെയാണ് അരിയൊക്കെ ഇട്ട് തരുന്നത് കേട്ടോ. എൻ്റെ മൂത്ത മോനാണ് റിച്ചു. ഓനാണ് എന്നെ അധികം ഹെൽപ്പ് ചെയ്യൽ കേട്ടോ. ഓനിൻ്റെ അസുഖത്തിൻ്റെ ഇതൊക്കെ അറിയണോണ്ടായിരിക്കും, നല്ല ഹെൽപ്പാണ്. പിന്നെ എവിടെ ആയാലും മൂത്ത മക്കൾക്കാണല്ലോ ഭാരം മുഴുവന്. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ ഇളയതാണ്. പക്ഷേ എൻ്റെ താത്താക്കാണ് വീട്ടിൽ വന്നാലൊക്കെ എപ്പോഴും പണി കേട്ടോ. അവളൊരു പാവാണ്, അതേപോലെ ഇവനും ഒരു പാവ കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ചോറൊക്കെ റെഡിയായി. മുറ്റത്ത് ചോറൊക്കെ പെട്ടെന്ന് റെഡിയാക്കി. ഓൻ തന്നെയാണ് ചോറ് ഊറ്റുന്നതും എല്ലാം ഓൻ തന്നെയാണ് ഹെൽപ്പിങ്. ഞാൻ കൂടെ നിൽക്കണുള്ളൂ. കാരണം എനിക്ക് പുക യൂസ് ചെയ്യാൻ പറ്റാത്ത കാരണം കുറച്ച് വിട്ട് നിന്നാണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുക കേട്ടോ ചെയ്തത്. അങ്ങനെയൊക്കെയാണ് രാവിലത്തെ മോർണിംഗ്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ കഞ്ഞി സെറ്റാക്കി. അപ്പോൾ കഞ്ഞി, പപ്പടും കഞ്ഞിയും അച്ചാറും ഒക്കെ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് കഞ്ഞി അങ്ങോട്ട് കുടിച്ചു കേട്ടോ. ഒരു 10 മണി ആയപ്പോൾ കഞ്ഞി അങ്ങോട്ട് കുടിച്ചു. അപ്പോൾ കുട്ടികൾക്ക് വലിയ വിശപ്പൊക്കെ പോയി. അപ്പോൾ പറഞ്ഞത്, എത്ര നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ടെൻഷനൊക്കെ പോയിട്ടോ. അപ്പോൾ പഴയ ആ ഫീലിൽ കഞ്ഞിയൊക്കെ കുടിച്ചു കേട്ടോ. കുട്ടികൾക്ക് ഈ ഇല കൊണ്ടുണ്ടാക്കിയത് കണ്ടപ്പോൾ എന്തോ ചോദ്യമായിരുന്നു. ഷോർക്കൊന്നും അറിയില്ല കേട്ടോ. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇതുകൊണ്ട് കഴിച്ചീന്. പക്ഷേ ഇവർക്കിപ്പോൾ നല്ല സെറ്റുകളല്ലേ, ഡോക്ടർ സെറ്റ്, കിച്ചൺ സെറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളായതുകൊണ്ട് ഇവർക്കിതൊന്നും ഒരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ച് പിന്നെ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് എനിക്ക് ഈ കയ്യിൽ കണ്ടപ്പോൾ വീണ്ടും പഴയ ഒരു നൊസ്റ്റാൾജിക് ഫീൽ വന്നു കേട്ടോ. അങ്ങനെ കഞ്ഞുടി കഴിഞ്ഞ് പിന്നെ കഞ്ഞുടിയൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ സാമ്പാർ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ സാമ്പാർ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തു. തീ അണയുന്നതിന് മുമ്പ് തന്നെ അതിലോട്ട് വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ പരിപ്പ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതാണ്. പരിപ്പും കൂടെ ഇട്ടിട്ട് ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആഡ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട്
ഇത് അടുപ്പത്ത് വെക്കട്ടെ ചെയ്യണത്. ഇതൊരു തട്ടിമൂട്ട് സാമ്പാറാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ആണ് ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരു 10 ചെറിയുള്ളി, സാമ്പാർ പൊടി, കായപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി തിളച്ച് വരുന്ന സാമ്പാറിലോട്ട് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി തിളച്ച് വേവിക്കുക കേട്ടോ. പിന്നെ അപ്പോൾ നല്ല വെള്ളം തിളച്ച് ഒന്നിങ്ങനെ വറ്റി വരുന്ന ആ ഒരു പരുവാകുമ്പോൾ ഇതൊന്ന് നിർത്തി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. പിന്നെ സാമ്പാർ കടർത്തു സെറ്റായി. സാമ്പാറിൻ്റെ പണിയവിടെ കഴിഞ്ഞു കേട്ടോ. അൽഹംദുലില്ലാ, ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് ഈ കാണുന്നത്. ഗ്യാസ് വണ്ടി ഇപ്പോൾ കാണുക വരിക എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുള്ള കാര്യം കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ മോർണിംഗ് നമ്മൾ സാമ്പാറും കറിയൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ ഗ്യാസ് കിട്ടി. അങ്ങനെ ഞാൻ ഫിറ്റ് ചെയ്തു. അൽഹംദുലില്ലാ റാഹത്തായിട്ടോ. പിന്നെ മീൻപണിയൊന്നും കഴിച്ചിട്ടില്ലേനു. അങ്ങനെ പെട്ടെന്ന് മീൻ നന്നാക്കലൊക്കെ കഴിച്ചു. മീൻ നന്നാക്കൽ കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് മസാല പിടിക്കാനൊന്നും നിന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ പൊരിച്ചെടുത്തു. കാരണം ഇപ്പോൾ സമയം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കിയെടുത്തു. പിന്നെ ഊണ് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലി നല്ല അടുപ്പത്ത് വെച്ച സാമ്പാർ. അടുപ്പത്ത് വെച്ച പറഞ്ഞാൽ ഒറിജിനലാട്ടോ. കാരണം അത്രയും ടേസ്റ്റാണ് ഇന്നത്തെ സാമ്പാറിന്. പിന്നെ അവിയലുണ്ട്, മാങ്ങച്ചാറുണ്ട്, പപ്പടമുണ്ട്. അപ്പോൾ എല്ലാം കൂടി കൂട്ടി അങ്ങോട്ട് കഴിച്ചിട്ട് ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചു. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമായി. കാരണം ഞാൻ അവിയലിലും സാമ്പാറിലൊന്നും അധികം എരു ചേർക്കാറില്ല കേട്ടോ, കുട്ടികളും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വേപ്പിനില പൊട്ടിച്ചു. മോന് താത്താൻ്റെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഓക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അലയാക്കാക്ക് അവിടെ തട്ടുകട ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് അവർക്കൊരു ഹെൽപ്പും ആവും, ഓനൊരു ഹെൽപ്പും ആവും കേട്ടോ. ഓൻ്റെ അത്യാവശ്യങ്ങൾക്കൊക്കെ ഞങ്ങളോട് ചോദിക്കാതെ തന്നെ ഓൻ്റെ അത്യാവശ്യങ്ങൾക്കുള്ള വരുമാനം ഓൻ തന്നെ കണ്ടെത്തും കേട്ടോ. അപ്പോൾ അതിന് പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. യൂട്യൂബിൽ വീഡിയോ എടുക്കുക പറഞ്ഞാൽ അത്രയും ദേഷ്യം കേട്ടോ. അപ്പോൾ ഓന് ഇഷ്ടമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളൂ. അങ്ങനെ ഓൻ പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ കിടന്ന് എണീറ്റിട്ട് ഈവനിങ് ഞാൻ ചായ ഒന്നും ഇപ്പോൾ അധികം ഉണ്ടാക്കാറില്ല. അപ്പോൾ അവലും വെള്ളാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം എനിക്കിപ്പോൾ ശരീരം തണുപ്പുള്ള ഭക്ഷണം കഴിക്കണതാണ് ഒത്തിരി ഇഷ്ടം. അപ്പോൾ കുട്ടികൾക്കും ഞാൻ അതുതന്നെയാണ് കൊടുക്കാറ്. ഈവനിങ്ങിന് സ്നാക്കൊന്നും അധികം ഉണ്ടാക്കാറില്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇതിലേക്ക് ഐസ്ക്രീം കൂടി ആഡ് ചെയ്യലുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടം കേട്ടോ. ഈ ഉറങ്ങി എണീക്കുമ്പോൾ അവരിത് കഴിക്കാറുണ്ട്. അപ്പോൾ ഇസ്മോനും കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പോലെ കളികളൊക്കെ കുറച്ച് നേരം ബാങ്ക് കൊടുക്കോളം കുറച്ച് നേരമുള്ള കളികളൊക്കെ കണ്ടിരുന്നു. ബാങ്ക് കൊടുത്തില്ല പൊന്നോ? ഒച്ച കേട്ടോ? കൂടെ ബാങ്കിൻ്റെ ഒച്ച കേട്ടോ? പൊന്നു കളിച്ചാൻ പോവാ? ബാങ്കിൻ്റെ ഒച്ച കേട്ടാ പൊന്നൂന് കളിച്ചാൻ പോണ ടൈമായിട്ടോ. അപ്പോൾ ടാറ്റയൊക്കെ തന്ന് പൊന്നു കളിച്ചാൻ പോവാണ്. മച്ചിക്ക് സ്ഥലം ഉണ്ടോ പൊന്നൂസേ? മച്ചിക്ക് സ്ഥലം വന്നല്ലോ. ഇങ്ങനെ കളിച്ചാൽ വരാം. സലാം പറഞ്ഞിട്ട് കളിക്കാൻ പോണത് വേറെ എടുക്കുമല്ലോ കേട്ടോ, നമ്മൾ മുന്നിൽ തന്നെയാണ് കളിക്കുക. അപ്പോൾ ഓൻ കളിക്കാൻ പോയി. റിതുമോൻ വന്നിട്ടുണ്ട്. മുട്ടീന്ന് വിരിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിനെന്താ ലീഗും മാർക്കിസ്റ്റൊക്കെ ഓൻ അറിയാം കേട്ടോ. അവൻ്റെ ഭാഷ ഞാൻ ഇടണില്ല കേട്ടോ. ഇത് ഒട്ടിക്കാൻ ലസമൈദ തരുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വലിയ കുട്ടികൾ ചെയ്യാൻ കണ്ടിട്ട് ഓനത് ചെയ്യാൻ വന്ന കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മൈദ ഇട്ടെടുത്തു. അപ്പോൾ വലിയ സന്തോഷമായിട്ടോ. അപ്പോൾ ഓനതും കൊണ്ട് പോയി. അപ്പോൾ റിതുമോന് മൈദയൊക്കെ മിക്സാക്കാനൊക്കെ പഠിച്ചു കേട്ടോ. പോസ്റ്റർ ഒട്ടിക്കാനുള്ള തയ്യാറെടുപ്പിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ ഓനും ഓൻ്റെ ഫ്രണ്ട്സും കൂടെ പോസ്റ്റർ ഒട്ടിക്കാനൊക്കെ പോയിട്ടോ. കുട്ടിയൊക്കെ ഓരോ വൈബല്ലേ. പിന്നെ വൈകിട്ട് ഞാൻ സ്മോന് ചക്ക ചെയ്യുന്നു കേട്ടോ. ഇവിടെ അടുത്തുള്ള താത്ത ഈവനിങ് ആയപ്പോൾ ചക്ക തന്നീനു. അപ്പോൾ കിട്ടിയ പാടന്നെ ഞങ്ങൾ രണ്ടാളും ഓരോ ഷൊള്ളെടുത്ത് കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ. മറ്റുള്ളവർക്ക് ഇരിഞ്ഞെടുത്ത് വെച്ചിട്ട് ഞങ്ങൾ രണ്ടാളും ഒന്ന് ടേസ്റ്റ് നോക്കി. പിന്നെ രാവിലെ തൊട്ട് ഈവനിങ് വരെയുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. രാത്രി സ്പെഷ്യൽ മക്രോണിയേനു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.
ബായ്.